ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അല്ല, കാശ് കിട്ടിയ സ്വന്തം അച്ഛനെയും അമ്മയും വരെ വിൽക്കാൻ തയ്യാറാവുന്ന ആളാണല്ലോ പ്രകാശേട്ടൻ. അവരവരുടെ വഴിക്ക് പറന്നു വയ്ക്കോട്ടെ. എല്ലാവരും കല്യാണം കഴിഞ്ഞ് വരുമ്പോ അവര് മാത്രമായിരിക്കും. പിന്നീട് കുട്ടികളായി വലുതായി വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളൊക്കെ ആകുമ്പോ ഒരു മാറി താമസം അവരാഗ്രഹിക്കും. എല്ലാവരും മാറിക്കഴിയുമ്പോ ആദ്യം വന്നവര് വയസ്സായി മാറിയിരിക്കും. ഒടുവില് എല്ലാവരും പോയിട്ടും അവര് മാത്രമാവും. നനച്ചിരിക്കാതെ അതിലൊരാള് മറ്റേയാളെ വിട്ടങ്ങ് പോവും. അപ്പോഴും മറ്റൊരാള് തനിച്ച് എല്ലാ വേദനകളും ഉള്ളിലടക്കി. അതാണ് ചന്ദ്രു ജീവിതം. വിഷമിക്കാതെ മാധവേട്ട, നോക്ക്, എനിക്ക് മാധവേട്ടനും ഞാനും ഇല്ലേ. നമുക്ക് ഇനി കൂടെ വിട്ട് പറക്കാനാവില്ലല്ലോ. മോളിറങ്ങിയില്ലേ? നേരെ ഒരുപാടായല്ലോ. ഗോകുൽ ഇറങ്ങിയോ? എന്താ മോളെ, എന്താ നിനക്ക്? ഞാൻ കാരണമല്ലേ അച്ഛനും അമ്മയും. എന്താ മോളെ ഇത്? നീ കാരണം ഇവിടെ ആർക്ക് എന്തു പറ്റിയെന്നാ? ഞാൻ ഹരിതയെ വഴക്ക് പറഞ്ഞതിൽ നിന്നാണല്ലോ എല്ലാത്തിന്റെയും തുടക്കം. ഈ വീട്ടിൽ നിന്ന് ആരെയും അകറ്റണമെന്നോ ആരും പിരിഞ്ഞു പോണമെന്നോ ഞാൻ മനസ്സാ വാചാ പോലും കരുതിയതല്ല അച്ഛ. എന്റെ ഭർത്താവിന്റെ അവിവേകത്തിന് ഞാൻ മാപ്പ് ചോദിക്കുന്നു. മോളെ, എന്താ ഇതൊക്കെ? സുമിത്രേ, സുമിത്രേ, ഡേയ്, എന്തിനാ കിടന്ന് കൂവുന്നത്? വന്ന് രാത്രി ഉറക്കമില്ലേ നിങ്ങൾക്ക്? ഉറക്കം വരുന്നില്ല. എനിക്ക് നല്ല വിശപ്പുണ്ട്. നീ പോയി എന്തെങ്കിലും കഴിക്കാനെടുക്ക്. കഴിക്കാനെടുക്കാനോ? ആ. ആഹാരമൊന്നും ബാക്കിയിരിപ്പില്ല. അന്നം ദൈവമാണ്. അതിനെ തട്ടിത്തെറിപ്പിക്കുമ്പോ ഓർക്കണമായിരുന്നു. ഇപ്പൊ എന്താ, വാശിക്ക് വിശപ്പിനെ മാറ്റാൻ പറ്റുന്നില്ലേ? മതി, നിന്റെ ഫിലോസഫി ഒന്നും എനിക്ക് കേക്കണ്ട. പെട്ടെന്ന് എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കടി. പെട്ടെന്ന് കഴിക്കാൻ ഉണ്ടാക്കാൻ അടുക്കളയിൽ അക്ഷയപാത്രമൊന്നുമില്ല. എനിക്ക് പാചകത്തിലെ മായാജാലം അറിയില്ല. ഞാൻ പറഞ്ഞു നിന്റെ പഠിപ്പിക്കലൊന്നും വേണ്ടാന്ന്. പോയി എന്തെങ്കിലും കഴിക്കാൻ ഉണ്ടാക്കടി. പ്രകാശേട്ടാ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? എന്താ? ഈ മനോജും പ്രകാശേട്ടനും ഒരമ്മയുടെ വയറ്റിൽ പിറന്ന മക്കൾ തന്നെയാണെന്ന് എനിക്കറിയാം. ഇതെന്താ, പുതിയ അറിവാണോ? അല്ല, പക്ഷേ ഇവിടെ നടക്കുന്ന നാടകങ്ങൾ പുതിയതാ. നാടകങ്ങളോ? അതെ, നാടകം തന്നെ. ബദ്ധശത്രുക്കളായി കീരിയും പാമ്പുമായിരുന്ന പ്രകാശേട്ടനും മനോജും തമ്മിൽ ഒരു കാര്യത്തിനു വേണ്ടി ഒരുമിച്ച് നിൽക്കുന്നു. അച്ഛനോടും അമ്മയോടും വഴക്കിടുന്നു. ഒരാൾ ആഹാരം തട്ടിത്തെറിപ്പിച്ച് കഴിക്കാതെ പോകുന്നു. മറ്റേയാള് വിശപ്പുണ്ടായിട്ടും ആഹാരത്തിന്റെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. എന്താ ഇതിന്റെയൊക്കെ അർത്ഥം? മനോജിന് വീട് മാറിപ്പോവാൻ അവനെ സപ്പോർട്ട് ചെയ്യാൻ മാത്രം നിങ്ങൾ തമ്മിൽ എന്താ?
ജനിപ്പിച്ച അച്ഛനോടും അമ്മയോടും എന്തൊക്കെ അനാവശ്യങ്ങളാ നിങ്ങൾ വിളിച്ചു കൂവിയത്? മനുഷ്യത്വമുള്ള ഏതെങ്കിലും ആണുങ്ങൾക്ക് ചേരുന്ന പണിയാണോ നിങ്ങൾ ചെയ്തത്? നിർത്തടി. നിർത്താൻ തൽക്കാലം ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്നെ അടിച്ചാലും കൊന്നാലും പറയാനുള്ളത് ഞാൻ പറയും. ഒരു കാര്യമില്ലാതെ അച്ഛന് നേരെ കൊമ്പ് കോർത്ത പ്രകാശേട്ടന് മനോജ് എന്ത് പാരിതോഷികം തന്നു? മനസ്സിലായില്ല. അതായത് മനോജിന് വേണ്ടി അച്ഛനോടും അമ്മയോടും എതിർത്ത് സംസാരിക്കാൻ പ്രകാശേട്ടൻ മനോജിൽ നിന്ന് എത്ര രൂപ വാങ്ങിയെന്ന്? അല്ല, കാശ് കിട്ടിയ സ്വന്തം അച്ഛനെയും അമ്മയും വരെ വിൽക്കാൻ തയ്യാറാവുന്ന ആളാണല്ലോ പ്രകാശേട്ടൻ. അനാവശ്യം പറയരുത്. അതേടി, പ്രകാശന് കാശിനോട് ആർത്തി കൂടുതലാ. അതെനിക്ക് വേണ്ടി മാത്രമല്ല, നിനക്കും നമ്മുടെ മകൻ ഗോകുലിനും സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടി തന്നെയാ. ഞാൻ പിശുക്ക് കാണിക്കുന്നതും പണം സ്വരൂപിച്ച് വയ്ക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി തന്നെയാ. എനിക്കുണ്ടടി ആഗ്രഹങ്ങള്. സ്വന്തമായിട്ടൊരു കാറ്, വലിയ ബംഗ്ലാവ്, സുഖമായിട്ട് 4 നേരം ആഹാരം കഴിച്ച് മനസമാധാനമായിട്ട് കിടന്നുറങ്ങണമെന്ന്. ആ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയാടി ഈ പ്രകാശൻ ഇത്രയും പിശുക്കനായത്. എല്ലാവരോടും കാൽ കാശിന് നക്കിത്തരം പറയുന്നത്. എനിക്ക് മറ്റുള്ളവരെ പോലെ കുടിച്ചു കൂത്താടി നടക്കാൻ പറ്റാത്തതുകൊണ്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയാ. നാളെ നിങ്ങളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ. പിന്നെ നീ പറഞ്ഞില്ലേ, ഞാൻ കാര്യം കാണാനായി 10 പണം നീട്ടിയാൽ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണെന്ന്. അങ്ങനെയെങ്കില് എന്റെ ജോലിയും വിദ്യാഭ്യാസവും വെച്ച് നല്ലൊരു കുടുംബത്തിൽ നിന്ന് നല്ലൊരു സ്ത്രീധനവും വാങ്ങി ഒരു പെണ്ണിനെ ഞാൻ കെട്ടിയേനെ. അല്ലാതെ ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരു വീട്ടുവേലക്കാരിയുടെ മകളായിരിക്കില്ല പ്രകാശന്റെ ഭാര്യയായിട്ട് ഈ വീടിന്റെ പടി കയറേണ്ടത്. അവിടെ സ്ത്രീധനത്തെക്കാൾ വന്നു കയറുന്ന സ്ത്രീയാണ് ധനമെന്ന് ഞാൻ കരുതി. അത് തെറ്റാണെങ്കിൽ നീ പറയും. എന്താടി നിന്റെ നാക്കിറങ്ങിപ്പോയാ? ചില നേരങ്ങളിൽ ചിലരോടുള്ള വെറുപ്പ് കഴിക്കുന്ന ആഹാരത്തോട് ഈ പ്രകാശം കാണിക്കും. അത് പ്രകാശന്റെ ഒരു ശീലമാടി. അത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ആഹാരമായിരുന്നു. അത് തട്ടിക്കളഞ്ഞത് ഒട്ടും ശരിയായില്ല. ഡേ, എനിക്ക് നല്ല വിശപ്പുണ്ട്. വായി നോക്കി നിൽക്കാതെ എന്തെങ്കിലും പോയി കഴിക്കാൻ ഉണ്ടാക്കടി. ഓരോ സമയത്തും നാവിൽ വരുന്ന വാക്കുകൾക്ക് ഈശ്വരാ നന്ദി. കടിച്ചു തിന്നാൻ വന്ന സുയിത്രയെ പോയ പോക്ക് കണ്ടില്ലേ? നീ ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് കേട്ടാ, വേഗം ഉണ്ടാക്ക്. മാനത്തെ കൊട്ടാരം